രീതിയിൽ ഇത്തരം മുന്നേറ്റങ്ങൾ, പുതിയ മുന്നേറ്റങ്ങളിൽ സംശയദൃഷ്ടിയോടെ കാണാറുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. എന്നാൽ ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് ആണ് സംശയദൃഷ്ടിയോടെ കാണുന്നത്. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഇത്തരത്തിൽ ഒരു കേന്ദ്ര സർക്കാരിനെതിരെ ഒരു യുവ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിനോട് ഈ ഒരു സമീപനമാണോ സ്വീകരിക്കേണ്ടത്? അല്ല, അതൊക്കെ ആ പാർട്ടി തീരുമാനിക്കേണ്ടത്, ഓരോ പാർട്ടികളുടെയും തീരുമാനം. ഇവിടെ ഇപ്പൊ എന്താണ്, നമ്മൾ ഈ പാർട്ടിക്ക് അങ്ങ് ക്ലീൻ ചിറ്റ്, ഈ കൂട്ടായ്മയ്ക്ക് ഒരു CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ പ്രസ്ഥാനത്തിന് ഒരു ക്ലീൻ ചിറ്റ്, ഒരു ബ്ലാങ്ക് ചെക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പൊ അവർ ഉയർത്തുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ, വിദ്യാർത്ഥികൾ അവര് പരീക്ഷ എഴുതിയത് അത് പേപ്പർ ലീക്കായി എന്നുള്ളത്, അല്ലെങ്കിൽ 5 പേർ ആത്മഹത്യ എന്നുള്ളത്, അതിനപ്പുറത്തേക്ക് വലിയൊരു ആഘാതമുണ്ട്. ഇത് എഴുതിയ ഓരോ കുടുംബവും അവരുടെ ഒരു തുണ്ട് ഭൂമി അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും പണയം വെച്ചുകൊണ്ട്, അതല്ല എങ്കിൽ ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ആളുകളിൽ നിന്നൊക്കെ ലോൺ വാങ്ങി. കാരണം ഇതിന്റെ കോച്ചിങ്ങിന് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാകുന്നത്. അങ്ങനെ ചെലവാക്കി അവരെ തന്നെ പണയപ്പെടുത്തിക്കൊണ്ടാണ്, ആ മാതാപിതാക്കളെ തന്നെ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഈ മക്കളെ ഈ രീതിയിൽ അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ ഈ കോച്ചിങ്ങിനും മറ്റും അയക്കുന്നത്, പരീക്ഷയ്ക്ക് അയക്കുന്നത്. അങ്ങനെ വലിയ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയോടെയാണ് അവർ വരുന്നത്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പേപ്പർ ലീക്ക് ആകാന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ അടിമുടി തകർക്കുന്നത് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അത്തരം വലിയൊരു ക്രൈസിസിൽ നിൽക്കുമ്പോൾ ആ ക്രൈസിസിന് എതിരായി ശബ്ദിക്കുന്നവരോടൊപ്പം നിൽക്കേണ്ടത് കമ്മ്യൂണിസ്റ്റായ എന്റെയും ചുമതലയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ. CJPയോടുള്ള തുടർ സമീപനം അവരുടെ മുന്നോട്ടുള്ള സ്റ്റെപ്പിനനുസരിച്ചായിരിക്കും. തീർച്ചയായിട്ടും. അവരിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയ ഒന്നാണ് അവരിപ്പോ ആദ്യമായി എടുത്തിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രധാൻ രാജിവെക്കുക എന്നുള്ള ആവശ്യമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിനോട് തീർച്ചയായിട്ടും അവരോടൊപ്പം നിൽക്കാൻ, അതുകൊണ്ട് അതൊരു ന്യായമായ ഒരു ആവശ്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ഒരു ഇമ്പാക്ട്, പേപ്പർ ലീക്കിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വ്യാപകമായി, വളരെ സീരിയസ് ആയിട്ടുള്ളതാണ്. അത് എൻ്റെ അടക്കമുള്ള എൻ്റെ ഒരു ഗ്രാൻഡ് ഡോട്ടർ, അവൾ നീറ്റ് എക്സാം എഴുതിയതാണ്. അത് വളരെ നിരാശയോടെ നിൽക്കുകയാണ്. ഇപ്പോഴും അതിന്റെ ഡിപ്രഷനിൽ നിന്ന് അത് വെളിയിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം. അതുപോലെ ഇപ്പൊ എനിക്ക് ഇത്തരത്തിലൊരു എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്നെങ്കിൽ അതുപോലെയല്ല സാധാരണക്കാരെ എത്രയോ ലക്ഷക്കണക്കിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അവർ ഉയർത്തുന്ന ആവശ്യം, അതിന് പരമാവധി പിന്തുണ അതിനാവശ്യമാണ്. ആ ഒരു പിന്തുണയ്ക്ക് എന്നാലാവുന്ന എന്ത് പിന്തുണയോ, എൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു പിന്തുണ കൊടുക്കാനാണെങ്കിൽ അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്.